ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഫുള്ള് നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള ബൊഗെൻവില്ലയുടെ പ്ലാന്റുകളാണ് കേട്ടോ. സ്ഥലം വരുന്നത് ഞങ്ങളുടെ സ്വന്തം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണ്. ആളെൻ്റെ നാട്ടുകാരിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഞങ്ങൾ തമ്മിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്ന് ബൊഗൻവില്ലയുടെ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമുക്ക് ബസ് സർവീസ് വഴി നമ്മൾ പ്ലാന്റുകൾ എത്തിച്ചു തരുന്നതാണ്. ആളുടെ വീട് തൊടുപുഴയാണ് കേട്ടോ. അപ്പോൾ തൊടുപുഴ ഏരിയയിൽ നിന്ന് പോകുന്ന ബസ്സുകളിലായിരിക്കും നമ്മൾ പ്ലാന്റുകൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിൻ ടൗണിലായിരിക്കും ചിലപ്പോൾ അത് പ്ലാന്റ് എത്തുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾ നമ്മളുടെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ വഴി ക്ലിയർ ആക്കുക കേട്ടോ. ഇത് പൂനെ പിങ്കാണ്. 200 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പൂനെ വൈറ്റ്, ഇതും 200 രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ KSRTC വഴി നമ്മുടെ സാധാ നോർമൽ ബസ് വഴി നമ്മൾ കൊടുത്തു വിടുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫയറോപ്പാൾ 400 രൂപ. അപ്പോൾ ഇത്ര വെറൈറ്റീസാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ബസ് വഴി കൊടുത്തു വിടുമ്പോൾ നമ്മൾ ഈ പോട്ട് ഉൾപ്പെടെയാണ് കേട്ടോ കൊടുത്ത് വിടുന്നത്. ഇപ്പോൾ DTDC വഴി അയക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ടാണ് അയക്കുന്നത്. നമ്മൾ KSRTC വഴി, സാധാ ലൈൻ ബസ് വഴി, പിന്നെ DTDC വഴിയും. അപ്പോൾ ഈ 3 രീതിയിലാണ് കേട്ടോ നമുക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിന് അയക്കുമ്പോൾ നമ്മളിപ്പോൾ തൊടുപുഴയിൽ നിങ്ങളുടെ സ്ഥലം എവിടം വരെയാണോ അവിടം വരെയുള്ള ഒരാളുടെ വണ്ടിക്കൂലി ആയിരിക്കട്ടെ ബസ്സുകാർക്ക് കൊടുക്കേണ്ട. അത് പകുതിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽസൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ട് ഉൾപ്പെടെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഒട്ടും ഡാമേജ് ഇല്ലാതെ അവിടെ കിട്ടും. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. DTDC വഴിയാകുമ്പോൾ അങ്ങോട്ടിട്ട് ഒക്കെ ആ ഒരു രീതിക്ക് ഇളകിയൊക്കെ പോകുള്ളൂ. പിന്നെ ചെറിയ കവറിലുള്ള പ്ലാന്റ് DTDC വഴിയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ നമ്മൾ അയച്ചു തരും. പക്ഷേ അന്നേരം ഉണ്ടല്ലോ നമുക്ക് കൊറിയർ ചാർജ് കൂടുതലായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണ് മാത്രം വെച്ചിട്ടായിരിക്കും DTDCയിൽ നമ്മൾ അയക്കുക. കൂടുതൽ മണ്ണൊക്കെ വെച്ച് അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൊറിയർ ചാർജ് വരുന്നതാണ്. അതുപോലെ തൊടുപുഴ ഏരിയയിലുള്ള ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആൾ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ തൊടുപുഴയിൽ എവിടെയാണ് എന്ന്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നേരിട്ട് പോയി പ്ലാന്റുകൾ എടുക്കാവുന്നതാണ്. ആളുടെ ഒരുപാട് അഗ്ലോണിമ, കലാത്തിയ, ബിഗോണിയ എല്ലാത്തിൻ്റെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നേരിട്ട് പോയി എടുക്കാൻ കഴിയുവാണെങ്കിൽ അങ്ങനെയും പോയി എടുക്കാവുന്നത് ആണ്. അപ്പോൾ എല്ലാം നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാം കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട്, കുറച്ചധികം പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഒന്നെങ്കിൽ നമുക്ക് നേരിട്ട് പോയി എടുക്കാം, അല്ലെങ്കിൽ DTDC വഴിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ KSRTC വഴിയുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈൻ ബസ് വഴിയായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റുകൾ എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പിൽ